ഒരുമിച്ച് കടന്നു വരാൻ ദൈവം ഇടയാക്കിയ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ കരുതലിന്, എല്ലാറ്റിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അടൂര് ഹൗസ് വാമിംഗ് നടക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞ 4 വീടുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ശരീരമാകുന്ന വീട്, നമ്മൾ പാർക്കുന്ന വീട്, സഭ എന്ന വീട്, നിത്യമായ വീട്. അങ്ങനെ 4 വീടുകളെ കുറിച്ച് ഞാൻ അവിടെ സവിസ്തരമായി പറഞ്ഞു. ഇന്ന് ഞാനിവിടെ പറയാൻ തുടങ്ങുന്നത് 3 വീടുകളെ കുറിച്ചാണ്. ആ 4 വീടുകളല്ല, പുതിയ 3 വീടുകളെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. അതിന് ഉപോത്ഫലകമായി ഒരു വാക്യം വായിക്കും. 2 ശൗമ്യന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാമത്തെ വാക്യം. 2 ശൗമ്യന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാമത്തെ വാക്യം. ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഭക്തശിരോമണിയായ അനവധി വാക്യങ്ങളിലൂടെ, കവിതകളിലൂടെയും ഒക്കെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രകീർത്തിച്ച ഒരു ശക്തനായ മനുഷ്യൻ. ആ മനുഷ്യൻ പറയുകയാണ്, യഹോവേ, അടിയന്റെ ഗ്രഹം എന്നേക്കും തിരുമുമ്പിൽ നിൽക്കുമാറാകട്ടെ. നിൽക്കുന്ന വീടും തകരുന്ന വീടും. ഇന്ന് രാവിലെ ഒരു വാക്ക് ഞാൻ പറയുക, ഈ കുടുംബം നിലനിൽക്കും, ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ ദൈവത്താൽ ഉയർത്തപ്പെടും, നിങ്ങളുടെ വീട് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹമായി തീരുന്നതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഈ വീട്ടിൽ ആദ്യമായി പ്രവേശിച്ചത് മഹത്വത്തിൻ്റെ രാജാവാണ്. ഈ വീടിനകത്തേക്ക് കാലുവെച്ചത് ഈ അഖിലാണ്ടം മുഴുവൻ ഉണ്ടാക്കിയ, അണ്ടകടകത്തിൽ തങ്ങിക്കൂടി നിൽക്കുന്ന താരസമുദ്രങ്ങളെ വാരി നിരത്തി പേര് വിളിച്ച പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തികളെ തനതായ നിലയിൽ നിർത്താൻ കരുത്തുള്ള ദൈവമാണ് ഈ ഭവനത്തിലേക്ക് ആദ്യമായി കാലുവെച്ചത്. മക്കളെ, അതുകൊണ്ട് ഒരു വാക്ക് പറയുക, ഈ ഭവനത്തിനകത്ത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുള്ള കുടുംബം തകരില്ല. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുള്ള മക്കൾ തകർന്നു പോകില്ല. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുള്ള കൂടാരത്തെ തകർക്കാൻ ഒരു മന്ത്രവാദത്തിനും കഴിയില്ല, ഒരാഭിചാരത്തിനും കഴിയില്ല, ഒരു ദുർശക്തികൾക്കും കഴിയില്ല. എന്നാണെന്നറിയണ്ടേ? ഒരിക്കപ്പെട്ട ചിറകിൻ്റെ മറവിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു വാക്ക് ഞാൻ പറയുക, ഇന്ന് ഇങ്ങനെ നടക്കുന്ന ഈ ഹൗസ് വാമിങ് ഒരു ഭാഗ്യമാണ്. അഭിഷക്തന്മാരുടെ കൈക്കീഴിൽ ഇത് സമർപ്പിക്കുന്നത് ഒരു ദൈവകൃപയാണ്. ഒരു വാക്കുകൂടെ ഞാൻ പറയുക, എനിക്ക് 1-ാമത്തെ വീട് 9 മാസത്തേക്ക് കടമെടുത്ത് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന അമ്മയുടെ ഉദരമാകുന്ന വീട്. 2-ാമത്തെ വീട് ഈ വീട്. 3-ാമത്തെ വീട് സ്വർഗത്തിലെ വീട്. ഒരു ചോദ്യം, സ്വർഗത്തിൽ വീടുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ നഷ്ട ജീവിതം. ഈ വീട് കൊണ്ട് പ്രയോജനമില്ല. സ്വർഗത്തിനൊരു വീടുണ്ടാകണം. പൗലോസിന്റെ ഭാഷകൾ കണ്ടേ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള ഒരു വീടിനെ നോക്കി ഞങ്ങൾ പാർക്കുകയാ. ഈ വീടല്ലതിന് അപ്പുറത്തൊരു വീടുണ്ട്. 9 കോടി 30 ലക്ഷം മൈൽ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യഘടികാരത്തിനും അപ്പുറത്ത് മഹാദൈവം ഒരുക്കി വെച്ച ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് പോകാനാണ് ഞങ്ങൾ ഓരോരുത്തരും ഒരുങ്ങി നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് ശാന്തഗംഭീരമായ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണുമ്പോൾ പറഞ്ഞേ പറ്റുകയുള്ളൂ. നിങ്ങൾ നാളെ കിട്ടുകയില്ല, നിങ്ങൾ നാളെ ഇരിക്കുകയില്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന് സുവിശേഷം പറയാൻ ഞങ്ങൾക്ക് സമയവും ഇല്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഞങ്ങൾ ഫ്ലവേഴ്സ് ടിവിയിലും സൂര്യ ടിവിയിലും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. നിങ്ങൾ രാവിലെ കണ്ടാൽ മതിയാകും. തുടരുകയാണ് ഞാൻ. 1, അമ്മയുടെ ഉദരമാകുന്ന വീട്. ഈ ഭൂമിയിൽ ആ വീട്ടിൽ നിന്ന് ജനിക്കാത്ത ആരുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനോട് അമ്മ പറഞ്ഞു, 9 മാസം കഷ്ടപ്പെട്ട നിന്നെ ഞാൻ ചുമന്ന. നിനക്കറിയാം ഇതുമല്ലോ, 9 മാസം കഷ്ടപ്പെട്ട നിന്നെ ഞാൻ ചുമന്ന്. അവൻ പറഞ്ഞു, അമ്മ എന്നെ എന്നാലും വയറ്റിൽ തലകീഴായിട്ടായിട്ടെ. ഞാൻ അതിനകത്ത് കടന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കും ദൈവത്തിനും അറിയാം. അതെങ്ങനെയാ കടന്നേ? തലകീഴായിട്ടാ കടന്നേ. അതാണ് അവൻ്റെ പ്രശ്നം. അവൻ പറഞ്ഞു, തള്ളേ നിങ്ങൾ എന്നെ തലകീഴായിട്ടല്ലേ ഇട്ടേ? അത് പ്രശ്നമാണ്. നമ്മുടെ പിള്ളേർ എന്നാ മിടുക്കം പിള്ളേരല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. അച്ഛാ, മദ്യത്തിൻ്റെ പാർട്ടിയൊന്നും ഇല്ലല്ലോ അല്ലേ? കുപ്പി പൊട്ടിക്കല്ല, കുപ്പി എടുക്കല്ല, ഒരാമയും പറഞ്ഞു. ഈ വീട്ടിൽ കുപ്പി കേറ്റല്ല. ഈ വീട്ടിൽ യേശു മാത്രം മതി. കുപ്പി കയറുന്ന വീട് അനുഗ്രഹിക്കപ്പെടത്തില്ല. മദ്യം കൊണ്ടുള്ള വീട് നന്നാകത്തില്ല.
നിങ്ങൾ കേട്ടണം. 10 വർഷങ്ങൾക്ക് മുൻപ് നായിക്കമ്പറമ്പിലച്ഛൻ, ഞങ്ങൾ സ്നേഹിതരാണ്, നായിക്കമ്പറമ്പിലച്ഛൻ എന്നെ ഒരു വീടിന്റെ കാര്യത്തിന് റെഫർ ചെയ്തു. അന്തം ബാംഗ്ലൂരിൽ അവർ 2.25 കോടി രൂപയ്ക്ക് ഒരു വീട് നിർമ്മിച്ചു, 1 ഏക്കർ വസ്തുവിനകത്ത്. അച്ഛനോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് പോണം അവിടെ. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നാ പോകാഞ്ഞ്? അന്നേരം എന്നോട് പറഞ്ഞു, ഞങ്ങളെക്കാളും കൂടിയ സാധനം നിങ്ങൾ ചെന്നാലേ ഏക്കുള്ളൂ, അതുകൊണ്ടൊന്ന് പോകണം, അവിടെ പോകണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തെന്നെല്ലാം സെറ്റപ്പും ചെയ്തു. ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് കെൻ അൽഫോൺസിനെയും, ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്ന കെൻ അൽഫോൺസിനെയും കൂട്ടി 10 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തോട് പറഞ്ഞു, ആ വീടിൻ്റെ ആ മനുഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞു, എന്നാണെന്നറിയോ പാസ്റ്ററെ, ഞാൻ ഈ വീട് ഹൗസ് വാമിങ് അച്ഛൻ വന്ന് വെഞ്ചരിച്ചു. പിറ്റേ ദിവസം അന്ന് രാത്രിയിൽ ഞങ്ങൾ 4 പേരും കൂടെ ഒരു റൂമിൽ കിടന്നുറങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞങ്ങൾ 4 പേരും 4 സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് വന്നേ. എൻ്റെ ഭാര്യ കിച്ചണിൽ നിന്നും എൻ്റെ മക്കൾ 2 ബെഡ്റൂമിൽ നിന്നും ഞാൻ കട്ടിലിൽ നിന്ന് താഴെയും കിടക്കുന്നു. കഥ കടച്ചിരിക്കുകയായിരുന്നു. എന്നാ നടന്നെന്നറിയില്ല, എന്നാ നടന്ന്. പിന്നെ പേടിച്ച് ഞങ്ങൾ ആ വീട്ടിൽ കിടന്നിട്ടില്ല. ഞങ്ങൾ ഒത്തിരി ജ്യോതിഷന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒത്തിരി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഈ വീട്ടിൽ സ്വസ്ഥതയോടെ പാർക്കാൻ പറ്റില്ല. കഴിഞ്ഞ 1.5 വർഷമായി ഈ വീട് അടച്ചിട്ടേക്കുക. ഒരു തന്ത്രി വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് എന്തോ അവകാശമുണ്ട്. ഞാനൊരു വാക്ക് പറയുക, യേശുവിൻ്റെ രക്തം ഏത് അവകാശവും പൊട്ടിക്കും. യേശുവിൻ്റെ രക്തം ഏത് ആ പ്രതിസന്ധിയെ മാറ്റിക്കളയും. നിങ്ങൾ കേൾക്കണം, ഞങ്ങളന്ന് രാത്രിയിൽ ആ വീടൊക്കെ എനിക്ക് റെഡിയാക്കി തന്നു. ഞാൻ അവിടെ കിടക്കാനായിട്ട് 12 മണിയായപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആ കട്ടിലോട്ട് കിടന്നു. ഒരു സ്ത്രീയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഒരാൾ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, ആരാ? അപ്പം എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ വീടാ, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അവകാശം തന്ന വീടാ, ഇവിടെ നിന്നെ ആരും താമസിപ്പിക്കത്തില്ല. ഞാൻ തിരിച്ചു പറഞ്ഞു, ഇത് യേശുവിൻ്റെ രക്തത്തിൻ്റെ അവകാശ. ഇനി മേലാൽ ഒരിക്കലും നീ വീട്ടിൽ കടന്നു പോകരുത്. കൃപയാൽ അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി. ഞാൻ ഈ പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയപ്പോഴും ആ വീട്ടിൽ സ്വസ്ഥതയോടെ താമസിച്ചു വന്നതാ. ഇന്നലെ ഞങ്ങളുടെ ലൈവ് കണ്ട ആളുകൾക്കറിയാം, 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഏകദേശം 100ഓളം ആളുകൾ ഒരു ഞായറാഴ്ച നമ്മുടെ ആരാധനയ്ക്ക് പുതുതായിട്ട് വരും. ഏകദേശം 100ഓളം ആളുകൾ എല്ലാ ഞായറാഴ്ചയും പുതുതായിട്ട് വരും. ഇന്നലത്തെ ആരാധന നടക്കുമ്പോൾ 38 വയസ്സുള്ള വിവാഹം കഴിക്കാത്ത അമ്മയും അപ്പനും മരിച്ചുപോയ ക്രൈസ്തവനായ ചെറുപ്പക്കാരൻ ആരാധനയ്ക്ക് വന്നു. ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് പൊളയുന്ന പോലെ ആ ചെറുപ്പക്കാരൻ പൊളയുക. ഇപ്പൊ രാവിലെ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കേൾക്കണോ, എൻ്റെ വീട്ടിൽ ഞാൻ സ്വസ്ഥതയോടെ ഉറങ്ങിയിട്ടില്ല. ഇന്നലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങി. എൻ്റെ അപ്പൻ തൂങ്ങിയ വീട്ടിൽ, എൻ്റെ അമ്മ വിഷം കഴിച്ച വീട്ടിൽ. കേൾക്കുന്നോ സ്നേഹിതരെ? ഞാൻ നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം പറഞ്ഞു തരും. എനിക്ക് നിങ്ങളെക്കുറിച്ച് കടമകൾ പറയാനുണ്ട്. ഭാര്യയ്ക്ക് കടമയുണ്ട്, ഭർത്താവിന് കടമയുണ്ട്, മക്കളെ കടമയുണ്ട്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഇന്ന് കുട്ടികൾക്ക് ബഹുമാനം ഇല്ല. പ്രായമുള്ള ഒരാൾ വന്നാൽ സീറ്റിൽ നിന്നൊന്ന് എഴുന്നേറ്റേക്കണം, അവരെ ഇരുത്തിയേക്കണം. കഴിക്കാതെ വന്നാൽ ഈ വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കണം. ആരും പട്ടിണിയായിട്ട് പോവരുത്. ഈ വീട്ടിൽ വരുന്നവർ സന്തോഷത്തോടെ പോകണം. ആരുടെയും പ്രാക്ക് വാങ്ങരുത്. പ്രാക്ക് അപകടമാണ്. ആരുടെയും ചുടുകണ്ണുനീര് വീഴരുത്. കൊടുകണ്ണുനീര് ആസിഡിന് സമമാണ്. വീട് ഉമ്മം കുരുത്തു പോകും, ചെയ്യരുത്. ആരുടെയും ശാപമേറ്റു വാങ്ങരുത്. ഞങ്ങൾ ഇന്ന് രാവിലെ 2 കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. 1, നിലനിൽക്കും ഈ വീട്. 2, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇത് 2ഉം ഈ വീട്ടിലുണ്ടാകും. ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യമുണ്ട്, നിങ്ങളോട് ഞാൻ പറയാം, കേൾക്കുക. 1ാമത്തെ വീട് 9 മാസത്തേക്ക്. എത്ര മാസത്തേക്ക്? നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് അറിഞ്ഞേ ഇന്ന വീട്ടിലാ ജനിച്ചെന്ന്. സത്യല്ലേ? അല്ലെ നമ്മൾ അംബാനിയുടെ മോനായിട്ട് ജനിച്ചേനെ. കഴിഞ്ഞ ദിവസം ചെറുക്കനോട് പറഞ്ഞു, ഈ അപ്പനെ വേണ്ടായിരുന്നു, അംബാനിയെ മതിയായിരുന്നു. മാറാൻ പറ്റുമോ? ഇല്ല. മാറാൻ പറ്റുമോ? ചിലർക്ക് പേരിഷ്ടമല്ല, എന്നോ ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ കാണാൻ വന്ന് ടൈല് പണിക്ക് വന്ന. ഞാൻ ചോദിച്ചു, പേരെന്നാ? സുന്ദരൻ. 1000 വാട്ട്സ് ലൈറ്റ് ഇട്ടാലേ പുള്ളിയെ കാണൂ, ചിരിച്ചാലേ കാണൂ, അത്ര സുന്ദരനാ. ഞാൻ വിചാരിച്ചു, ഈ പുള്ളി എവിടെ നോക്കിയാന്നുള്ള പേരിട്ടെ. സുന്ദരനുണ്ട്, സുന്ദരിയുണ്ട്, ചിരിക്കത്ത പോലും ഇല്ല, വറുകലം പോലെ ഇരിക്കുക വീട്ടിൽ. ഈ സ്ത്രീകള് ചിരിക്കണം. സ്ത്രീകൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ വരദാനമാ ചിരി. ഭർത്താവ് എത്ര 4ാം കാലേ വന്നാലും പെണ്ണും പിള്ളയുടെ ചിരി ഉണ്ടെങ്കിൽ അവനെ മാറ്റും. അതിന് പുള്ളിക്കാരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാമയും പറഞ്ഞേ, ആ പുള്ളിക്കാരി മാറ്റി. അതിന് ഒരവാർഡും കൂടെ കൊടുക്കണം. ഒരു സ്വോത്രം പറഞ്ഞു. അദ്ദേഹത്തെ ഇങ്ങനെ മാറ്റിയതിന് കൈപൊക്കി ഒരു സ്വോത്രം പറഞ്ഞേ.
അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടോ. അതാ സാക്ഷ്യം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ആന വലുതാന്നേലും തോട്ടി മതി. അത് മനസ്സിലായവർക്കായിട്ട് സ്തോത്രം. ബാക്കി വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അതാണ് ബാക്കി പറയുക. ഈ ഭർത്താവിനെ പേടിയുള്ള ഭാര്യമാരുണ്ട്, ജീവിച്ചാലും പേടിയില്ല. ഉണ്ടോ? മിണ്ടുന്നില്ല. അങ്ങനെ ഭർത്താവിനെ പേടിയായിട്ട് ഒരു മനുഷ്യൻ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, എനിക്ക് എൻ്റെ പെമ്പർനോർത്തിയെ കാണുമ്പോൾ ഒരു വിറയല, ഭയങ്കര ഇങ്ങനെ പെരുവിരള എന്നൊരു വിറയൽ വരും. എന്നാ ചെയ്യണം? പുള്ളി പറഞ്ഞു, കുടിക്കുവോ? ഇല്ല. വലിക്കുവോ? ഇല്ല. ഇന്ന് കുടിച്ച പോലെ അഭിനയിച്ച് വീട്ടിൽ ചെല്ലണം. എന്നിട്ട് വീട്ടിൽ ചെന്ന് പറയണം, പുല്ലാണേ പുല്ലാണേ ഭാര്യ എനിക്ക് പുല്ലാണേ. പുള്ളി കുടിച്ച പോലൊക്കെ അഭിനയിച്ച് ഗേറ്റ് 7 മണിക്ക് കറണ്ട് പോയ സമയത്ത് പെണ്ണുമ്പിള്ളി അവിടെ ഇങ്ങനെ പിള്ളേർക്ക് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഭർത്താവ് ഗേറ്റ് ചവിട്ടി തുറന്നു. എന്നിട്ട് വിളിച്ചു, സൂസിയെ ഇറങ്ങി വാടി ഇവിടെ. പുള്ളിക്കാരി വിചാരിച്ചു, ഇതിനി ആരാ? അപ്പുറത്തെ ചേട്ടനാണോ? ഭർത്താവ് ഇതുവരെ അങ്ങനെ വിളിച്ചു കേട്ടിട്ട് അഭിനയിക്കുക. അദ്ദേഹം മുണ്ടുപൊക്കി തല കെട്ടി എന്നിട്ട് ചവിട്ടി തുറന്നു. അപ്പൊ പുള്ളിക്കാരി അടുക്കള എന്ന ചട്ടുവും കൊണ്ടൊരു വരവ, മാക്സിയൊക്കെ പൊക്കി കുത്തി ഒറ്റ വരവ. കഥ പുള്ളിയുടെ അകവാള് വെട്ടി. അപ്പൊ ചോദിച്ചു, എന്നാ മനുഷ്യനെ? പുള്ളി പറഞ്ഞു, പുല്ലാണേ പുല്ലാണേ, മിറ്റം മുഴുവൻ പുല്ലാണേ. മനസ്സിലായില്ലേ? ഇതാണ് പ്രശ്നം. അങ്ങനെ വല്ലാത്ത പ്രശ്നം. ബാക്കി അങ്ങോട്ട് പറഞ്ഞു പോകുകയാ. ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ സന്തോഷം. ഇനി ബാക്കിയൊക്കെ ചെറുക്കൻ്റെ കല്യാണത്തിന് ഞാൻ പറയും. അവനെ കൈ പിടിപ്പിക്കുമ്പോൾ ബാക്കിയൊക്കെ പറയും. നിങ്ങളുടെ വീട് ദൈവമുള്ള വീട്, പ്രാർത്ഥനയുള്ള വീട്, കണ്ണുനീരുള്ള വീട്, ആളുകൾക്ക് ആശ്വാസമുള്ള വീട്, എല്ലാം തുറന്നു പറയാൻ ആളുകൾക്ക് വരാൻ പറ്റുന്ന വീട്. ഒരു കാര്യം കൂടെ പറയാം, ഈ വീട് ദൈവഭവനമാണ്. ഇവിടെ TV ഒന്നും ഞാൻ കാണുന്നില്ല. TV പാപമല്ല, TV വേണം. രാമീൻ പറഞ്ഞില്ല, TV വേണം. വേണ്ടേ പാസ്റ്ററെ? വേണം. കമ്പ്യൂട്ടർ വേണം, കുഴപ്പമില്ല. TV ഇവിടെ കണ്ടുണ്ടോ? വാങ്ങിച്ചില്ല, വാങ്ങിക്കണം. ഇവിടെ തന്നെ തൂക്കണം. അത് ഇവിടെ തൂക്കാവൂ. റൂമിൽ കൊണ്ടു വെക്കല്ലേ, TPM കൊണ്ട് വെക്കുന്ന പോലെ റൂമിൽ വെക്കരുത്. അത് റൂമിൽ വെച്ച് അവർ സിനിമ കാണുക. ഇവിടാണ് ഞങ്ങൾ വരുമ്പം ശബ്ദം കേൾക്കാമല്ലോ. ഇല്ല, ഞാനൊരു ദിവസം വീട്ടിൽ ചെന്നപ്പം അവിടെ ഭയങ്കര പാട്ടാണ്, കറുത്ത വെണ്ണ എന്നുള്ള പാട്ടാണ്. അപ്പൊ അവൻ ചെറുക്കൻ പറഞ്ഞു, താണ്ട് പാസ്റ്റർ വന്ന്, പാസ്റ്ററിന്റെ കാറാ. അപ്പുറത്തേക്ക് പാട്ട് മാറി, നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം. ഞാനിത് രണ്ടും കേട്ടോണ്ട് അവിടെ നിൽക്കുക. ഇത് രണ്ടും കേട്ടോണ്ട് ഞാൻ എന്ന് വെച്ചാൽ റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. അഡ്ജസ്റ്റ്മെന്റാ നമ്മുടെ വീട്. സത്യല്ലേ? അഡ്ജസ്റ്റ്മെന്റാ. നാട്ടുകാരുടെ മുഖത്തൊരു നോക്കുമ്പം വേറൊരു മുഖം, ഹൃദയത്തിൽ ആരും അറിയാതെ ഭാരപ്പെടുന്ന വേദന. ഇന്ന് രാവിലെ ഒരു കാര്യം പറയുക, നിന്റെ വേദന തീർക്കാൻ ഇന്ന് രാവിലെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുവാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഞങ്ങൾ വിളിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമാണ്. എത്ര കഠോരമായ പ്രശ്നമുണ്ടെങ്കിലും, എത്ര കടുങ്കെട്ടു വീണ വിഷയമാണെങ്കിലും, ഇന്ന് രാവിലെ അതിനെ അടിച്ച് നിന്നെ സ്വതന്ത്രമാക്കാൻ, നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, നിന്റെ വീടിനെ മാറ്റിയെടുക്കാൻ കരുത്തുള്ളൊരു ദൈവം ഇന്ന് രാവിലെ ഈ വീടിനകത്ത് വന്നിട്ടുണ്ട്. സർവവസ്ത്ര വിഭൂഷാദികളോടുകൂടെ ഈ രാവിലെ അവന്റെ സാന്നിധ്യവും അവന്റെ കൃപയും ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ വീട് ചിരിയുള്ള വീടായിരിക്കും. തമാശക്ക് പറയണം. തമാശക്ക് പറയണം. തമാശക്ക് പറയത്തില്ലയോ? പറയണം. ഭാര്യയും ഭർത്താവും കൂടെ ചിരിക്കണം. പിന്നെ ഭാര്യയോട് സുന്ദരിയാടി എന്ന് പറയണം. അല്ല, പ്രശ്നമാണ്. നാട്ടുകാർ പറഞ്ഞാൽ പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇപ്പോഴാ ചിലർക്കൊരു സന്തോഷമായി. എൻ്റെ കെട്ടിയോൻ 56 വർഷമായി ഇതുവരെ എന്നോട് സുന്ദരിയാന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. ഇന്നലെ ബംഗാളിൽ നിന്ന് പണിക്ക് വന്ന ബംഗാളി പറഞ്ഞു സുന്ദരിയാന്ന്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു പെണ്ണിറങ്ങിപ്പോയി. ആരുടെ കൂടെ? ബംഗാളിയുടെ കൂടെ. ഞാൻ വിളിച്ചു ചോദിച്ചു, മോളെ എന്തിനു പോയാ? അത് പുള്ളി എന്നോട് സുന്ദരനാന്ന് പറഞ്ഞു. അതിന് പോയതാ. അപ്പൊ സുന്ദരി പോകരുത്, അവിടെ നിൽക്കണം, പോകരുത്, എങ്ങും പോകരുത്, വീട്ടിൽ നിൽക്കണം. ഒരു ജീവിതമേ ഉള്ളൂ. ഇനി ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ, എനിക്ക് ഇവരെ കുറിച്ച് ഭയങ്കര അഭിമാനമാണ്. അവൻ പാട്ട് പാടിയപ്പോൾ, നീ പാടുമെന്നൊന്നും എനിക്കറിയില്ല, സുന്ദരമായിട്ട് പാടി കേട്ടോ. സുന്ദരം പാട്ട്, നല്ല അടിപൊളി ഇംഗ്ലീഷ് കാര്യം പറഞ്ഞു. നമ്മളൊക്കെ വാ തുറന്നിരുന്നു, എന്തുവാന്ന് മനസ്സിലായില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മളെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. അഭിഷക്തനെ ഇന്ന് വരെ നമ്മളെ നടത്തിയ ഒരു ദൈവമുണ്ട്, ഇവിടം വരെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. പൗലോസ് പറഞ്ഞതുപോലെ, അല്പത്തിലും അധികത്തിലും നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. അല്ലയോ ഫെലിക്സേ, ഈ ചങ്ങലയൊഴികെ സകലത്തിലും നീ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഉച്ചഭാഷയിലൂടെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലെങ്കിൽ ഈ യേശുവിലേക്ക് വന്നാൽ നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകും. രണ്ടാമത്തെ വീട് ഈ വീടാണ്. ഇത്
ഇതിന് വീടെന്ന് പറയും. ഈ കെട്ടിടത്തിനാണ് വീടെന്ന് പറയും. ഇതിനകത്ത് ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിലാണ് ആളുകൾ താമസിക്കുന്നത്. ഇവരെ വിളിക്കുന്നത് ഭവനമെന്നാണ്. ഇതിനെ വിളിക്കുന്നത് വീട്. എന്താണ്? ഇത് വീട്, ഇത് ഭവനം. ഇവര് ദൈവത്തിന്റെ ഭവനക്കാരാ. ഏത് ഭവനക്കാരാ? ദൈവത്തിന്റെ. ഈ വീട്ടുകാർക്ക് വേണ്ടിയുള്ള കാര്യം പറയാം. വായിക്കു പാസ്റ്ററെ. 128 സങ്കീർത്തനം 1 വാക്യം. യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക്. വായിച്ചു ഞാൻ ചുമ്മാ വായിച്ചു. ഒന്നോട്ട് വായിച്ചു. അല്ലല്ല, അത്രയും വേണ്ട. തുടക്കത്തിൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. ടീച്ചർ സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. കിണറ്റി വെള്ളം നിങ്ങൾക്ക് അത്ര മനസ്സിലായെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു കിണറുണ്ടായിരുന്നു താഴെ. അത് ആശാരി വന്ന സ്ഥാനം കണ്ടതാ. പക്ഷെ വെള്ളം കിട്ടിയില്ല. 4ാമത് വന്ന സ്ഥാനം കണ്ടത് ഞങ്ങളാ. ഞാനില്ലേ റാന്നി മലമണ്ടയ്ക്കൊക്കെ പോയി ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സുരേഷ് പാസ്റ്റർ എടമൺ ഐ വിക്നസാ. ആ നാട്ടിലെങ്ങും വെള്ളമില്ല. ഞാൻ അവിടുത്തെ അവര് UK-കാരാ. ഞാൻ പറഞ്ഞു ഇവിടോട്ട് കുടിച്ചോളാൻ. അവരവിടെ കുടിച്ചു, വെള്ളവും കിട്ടി. അപ്പൊ നാട്ടുകാരന്ന് തൊട്ട് ആശാരിയെ തപ്പി നടക്കുക. ഏത് ആശാരി ആ സ്ഥാനം കണ്ടേ? അന്നേരം എന്നോട് വിളിച്ച ഒരാൾ ചോദിച്ചു, സ്ഥാനം കാണാൻ വരുമോ? ഞാൻ പറഞ്ഞു പെരുന്തച്ഛന്റെ മോനാ ഞാൻ. ഈ ഉലകം മുഴുവൻ ഉണ്ടാക്കിയ പെരുന്തച്ഛന്റെ മോനാ ഞാൻ. അതുകൊണ്ടാണ് ഈ സ്ഥാനമൊക്കെ കാണുന്നേ. കൈ ഒന്ന് പൊക്കി ഒരു സ്വോത്രം പറഞ്ഞുതരാം. എന്നാലും ഒരു വഴിക്ക് പോവാൻ. ഇവിടെ വന്ന് ഞാൻ അവിടോട്ട് പറഞ്ഞു, ഞാൻ സുരേഷ് പാസ്റ്ററും കൂടെ പറഞ്ഞു ഇവിടോട്ട് കുറ്റിയടിച്ചു. കുടിച്ചോളാൻ പറഞ്ഞു. ഇവിടെ കുടിക്കുന്ന പുള്ളി ചോദിച്ചു, ഇവിടെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, വെള്ളം നിറയും. അത് പ്രാർത്ഥിച്ചാ ഞങ്ങൾ പറഞ്ഞു. 2ാം തവണ ഇഷ്ടം പോലെ വെള്ളം ഇല്ലയോ? ആശാരിക്ക് കൊടുത്ത കാശ് തരണ്ടിയാ. കിട്ടുന്നില്ല. അതും വാങ്ങിച്ചില്ല ഞാൻ. ഒരു സ്വോത്രം പറഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെയാ. ഞാൻ എൻ്റെ കല്യാണമൊക്കെ നടത്താൻ പോയിട്ട് തമിഴ്നാട്ടിൽ വരെ കല്യാണം നടത്താൻ പോയി. കല്യാണം നടത്താൻ പോയിട്ട് കാശ് എനിക്ക് അനാഥപ്പെട ഉള്ള കാശ് ഞാൻ കൊടുത്തു. അവിടുത്തെ പാസ്റ്ററിനെ കൺവിൻസ്. പിന്നെ ഞാൻ വരത്തില്ല. ഒരു സ്വോത്രം പറഞ്ഞു. സമയമില്ല. അതുകൊണ്ട് ബാക്കിയൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. കേട്ടോണം. 2ാമത്തെ വീട് ഈ വീട്. 1 ജീച്ചാനെ യഹോവയെ ഭയപ്പെടണം. 2 അവന്റെ വഴികളിൽ നടക്കണം. 3ാമത്തെ വാക്യം വായിച്ചു മനസ്സിലായി. നിന്റെ ഭാര്യ അല്ലല്ല, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അച്ഛാ, പലിശയ്ക്ക് വാങ്ങത്തില്ല, പലിശയ്ക്ക് കൊടുക്കത്തുമില്ല. നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കാശ് പലിശക്കാര് കൊണ്ടുപോകത്തില്ല. നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം ദൈവത്താൽ മാനിക്കപ്പെടും. അടുത്ത വാക്ക്, നിന്റെ ഭാര്യ. നിന്റെ വീടിനകത്ത്. ഒരു മിനിറ്റ്. നിന്റെ ഭാര്യ. നിന്റെ ഭാര്യ മാറുന്നാണോ? അല്ല. എത്ര മതി? 1 മതി. 1.25 വേണ്ട. മിണ്ടുന്നില്ല. 1 മതി. ചിരിക്കുന്നില്ല. എത്ര മതി? 1 മതി. 1.25 വേണ്ട. ഒന്നേ ഉള്ളല്ലോ. മിണ്ടുന്നില്ല, നോക്കുന്നില്ല. നിന്റെ ഭാര്യ. 1 മതി. ഇല്ലയോ എന്റെ പൊന്നെ? ഇത് തന്നെ വഹിക്കാൻ പെടുന്ന പാടെന്റെ പൊന്നച്ചാ. അയ്യോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇസ്രായേലിൽ കടന്ന ഒരു അമ്മച്ചി മരിച്ചു പോയിട്ടോ. ഇസ്രായേൽ കടന്ന ഒരു അമ്മച്ചി മരിച്ചു. അപ്പൊ നാട്ടിൽ അടക്കാൻ കൊണ്ടുവരണം. അപ്പം ചോദിച്ചു, ഇവിടെ അടക്കാൻ $500, നാട്ടിൽ കൊണ്ടുപോകാൻ $2000. എന്നാൽ അപ്പച്ചനോട് ചോദിച്ചു, എവിടെ വേണം? അപ്പച്ചൻ പറഞ്ഞു, ഒരിക്കലും ഇവിടെ വേണ്ട, നാട്ടിൽ മതി. എന്നാലും ചോദിച്ചു, അതെന്നാ നീ നാട്ടിലത്തെ അടക്കം കഴിഞ്ഞപ്പം ആൾക്കാർ ചോദിച്ചു, വെറുതെ എന്തിനാ $1500 കഴിഞ്ഞ് കൊടുത്തേ? അവിടെ അങ്ങ് അടക്കിയാൽ പോരായിരുന്നോ? യേശു അടക്കിയ സ്ഥലമല്ലേ? അന്നേരം പുള്ളി പറഞ്ഞു, അതാ എൻ്റെ വീട്. യേശു 3-ാം ദിവസം എഴുന്നേറ്റ്, ഇവളാണ് എഴുന്നേറ്റ് വന്നാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നേ. അതാ 1 മതി. ബാക്കി പറയാൻ പോവാ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ. ഭാര്യ വീട്ടിൽ കാണണം. പഞ്ചായത്ത് രാജിനൊന്നും പോയി അവിടെ ഇരിക്കരുത്. വീട്ടിൽ വരണം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക്. നമ്മുടെ പിള്ളേര് പോലീസ് സ്റ്റേഷനിൽ കയറത്തില്ല, ബാറിൽ കയറത്തില്ല, സിനിമാ കോട്ട കയറത്തില്ല. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഇവിടെ മസ്കറ്റ് ജോലി ചെയ്തവരുണ്ട്. മസ്കറ്റിൽ ഒരു 100 പ്രാവശ്യത്തിൽ കൂടുതൽ പോയിട്ടുണ്ട് ഞാൻ. മസ്കറ്റിൽ ഞാൻ ഒലിവ് തൈകൾ കണ്ടിട്ടുണ്ട്. പ്രായമായ ഒലിവ്. അതിൻ്റെ കൈ ഇങ്ങനെ താഴോട്ടിരിക്കുമ്പോൾ താഴേന്ന് വീണ് കിളിച്ച ഒലിവിൻ്റെ തൈകൾ ഇതിനെ താങ്ങിപ്പിടിക്കും. മക്കളെ, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും
അപ്പനെ മറക്കല്ല. എത്ര മിടുക്കനായാലും അമ്മയെ മറക്കല്ല. എന്നാ കിട്ടിയാലും അപ്പനെ അമ്മയെ സ്നേഹിക്കണം. തിരിച്ചൊരു വാക്കും പറയല്ല. നിന്റെ അത്രയും വിവരം കാണത്തില്ല, പക്ഷെ കൃപ അവിടെ മേലുണ്ട്. അവരെ മറക്കല്ല. അവര് നിന്നെ ഒന്ന് ബ്ലസ് ചെയ്യുന്നത് ഒരനുഗ്രഹ, നിന്നെ ഒന്ന് തൊട്ട അനുഗ്രഹിക്കുന്നത് ഒരനുഗ്രഹ. അതുകൊണ്ട് മാതാപിതാക്കളെ മറക്കുന്ന മക്കളുണ്ട്, കേട്ടോണം, തെറ്റാണത്, ചെയ്യരുത്. ഒരു കാര്യം കൂടെ എനിക്ക് ആവേശത്തോടെ പറയാം, 10,000 പേര് പങ്കെടുക്കുന്ന ഒരു സഭയുടെ പാസ്റ്ററാണ് ഞാൻ. ഞങ്ങളുടെ ഇടയിലുള്ള ഒരാൾ പോലും മദ്യപിക്കത്തില്ല, കഞ്ചാവ് വലിക്കില്ല, ഒരു ലഹരി ഉപയോഗിക്കില്ല. ഏറ്റവും അവസാനം ലഹരി ഉപയോഗിച്ച ആള് ഈ ചെറുപ്പക്കാരൻ. അവൻ മർത്തോമ പള്ളിയിലെ അച്ഛനാക്കാൻ വേണ്ടി അവനെ നേർന്നയാളാണ്. കുഞ്ഞുപ്രായം മുതൽ അവന് ഒരു MLA-യുടെ PA, ഒരു മന്ത്രിയുടെ PA ആയിരുന്നു. കൊട്ടാരക്കര സ്വദേശി. 2022 ഡിസംബർ മാസത്തിൽ ആത്മഹത്യ ചെയ്യാൻ വിഷം കലക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ കൃപയാൽ വന്നു കയറിയത് എലോഹിം ചർച്ചിൽ. ഒട്ടും തെറ്റാത്ത ദൈവം അവനെ രക്ഷപ്പെടുത്തി. ഇന്നവൻ മദ്യപിക്കില്ല. അഭിമാനത്തോടെ ഞാൻ പറയാം, മദ്യപിക്കില്ല. പുറകിൽ ഈ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 2.5 വർഷം മുമ്പ് RSS കൊണ്ടുവന്ന കഞ്ചാവ് അടിച്ച് വട്ടായി പോയ പെറ്റമ്മ എൻ്റെ കയ്യെ പിടിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നുമോന് കഞ്ചാവടിച്ച് പ്രശ്നം, എവിടെ കൊണ്ടുപോയാലും സാറേ രക്ഷപ്പെടുത്തണം. ഇന്ന് എനിക്ക് ഈ സൗണ്ട് മനോഹരമായി ചെയ്യുന്ന അവന് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുക, യേശുവിനെ സേവിച്ചാൽ നിങ്ങളുടെ വീട് ഇങ്ങനായിരിക്കും. യേശുവിനെ സേവിച്ചാൽ നിങ്ങളുടെ സ്ഥിതി ഇങ്ങനായിരിക്കും. 3ാമത്തെ വീട് ദൈവം നിർമ്മിക്കുന്ന വീട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയ ശേഷം മടങ്ങി വന്ന് നിങ്ങളെ ചേർക്കും. ഈ ലോകത്തിന്റെ സംഭവങ്ങൾ പറയുന്നു യേശു വരാൻ കാലമായി. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും പറയുന്നു യേശു വരാൻ കാലമായി. മധ്യാകാശത്തിൽ കാഹളം കേൾക്കാൻ സമയമായി. അതുകൊണ്ട് ഇന്ന് വരെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചില്ലാത്ത പ്രിയപ്പെട്ടവർ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ നിങ്ങളെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ ഭവനത്തിന് സർവ്വ ആശംസകളും സർവ്വ അനുഗ്രഹങ്ങളും സർവ്വ നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ 4 പേരും എഴുന്നേറ്റ് നിൽക്കണം. സഭ, പൊതുസഭ ഈ നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മുട്ടുമിനിരിക്കണം. ഇപ്പോഴല്ല, നമ്മളൊരു പാട്ട് പാടാൻ വേണ്ടി തുടങ്ങുക. എല്ലാ ദൈവത്തിൻ്റെ മക്കളും ഒരു നിമിഷം ഒന്ന് ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, ഈ വീടിനോട് ഏറ്റവും സ്നേഹമുണ്ടെങ്കിൽ പ്രിയരെ ഒരു കാര്യം പറയുക, അനേകർക്ക് ഇതുപോലെ വീടില്ലാതിരിക്കുമ്പോൾ ഈ കുടുംബത്തിന് ദൈവം കൊടുത്ത ദൈവാസന്മാരെ നിങ്ങളോട് ഇങ്ങോട്ട് വന്നാട്ടെ, പാസ്റ്റൊക്കെ ഒന്ന് വന്നാട്ടെ, നിങ്ങളോട് വന്നാട്ടെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ ഒരു കാര്യം ഞാൻ പറയുക, ഇവര് ഇതുപോലെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് 1-2 കാര്യം മറക്കരുത്. നിത്യേന ഇവിടെ പ്രാർത്ഥന ഉണ്ടാകണം. സന്ധ്യയ്ക്ക് സീരിയൽ കാണരുത്, പ്രാർത്ഥന ഉണ്ടാകണം. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഒക്കുമെങ്കിൽ പ്രഭാത പ്രാർത്ഥന ചെയ്യണം. എല്ലാ ദിവസവും ഒരധ്യായമെങ്കിലും ബൈബിൾ വായിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേരെയും ദൈവം അനുഗ്രഹിക്കും. ഈ കുഞ്ഞുങ്ങൾ 2 പേരും 2 രാജ്യത്തെത്തും. ഇവരെ ദൈവം ആ നിലകളിൽ അനുഗ്രഹിക്കും. ഇവർക്ക് രാജ്യങ്ങളിൽ വീട് ദൈവം കൊടുക്കും എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക. ഈ മക്കൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി മാറും. അതുകൊണ്ട് നാം ഒരുമിച്ച് ഒരു പാട്ടിന്റെ ഈരടികൾ പാടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോകുക. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേണ്ട തിരുഹിതം. ഒരുമിച്ച് എല്ലാവരും ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേണ്ട തിരുഹിതം. പോൽ നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ഓ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തി
നിമിഷം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ വാത്സല്യ ഭവനത്തോട് സ്നേഹമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഇവർക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അത്തരമൊന്ന് തുറന്ന ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ അഖിലാണ്ടമുണ്ടാക്കിയ സർവശക്തനായ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീച്ചാനെ കുടുംബത്തെയും യേശുവിന്റെ നാമത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമായി തീരട്ടെ. ഇവരുടെ ഭവനം ദൈവത്താൽ മാനിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടാൻ ദൈവമിടയാക്കുന്നതിന് സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവ്വ അനുഗ്രഹങ്ങൾ നിന്റെ മക്കളുടെ മേൽ ചൊരിയണം. ക്രിസ്തുവിന്റെ നാളുവരെ ഇവർ ജയമായി തീരണം. ഇവർ അത്ഭുതമായി തീരണം. ഇവർ വിടുതലായി മാറണം. ഇവരുടെ കുഞ്ഞുങ്ങളെ ദുഷ്ടൻ നോക്കരുത്. അന്ധകാര ശക്തി ദൃഷ്ടി വെക്കരുത്. ഈ ഭവനത്തിന്റെ ഓരോ മുറികളിലും യേശുവിന്റെ രക്തം അടയാളമാകട്ടെ. പ്രാർത്ഥന കടന്നതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ജയിച്ച ആയുസ്സും ആരോഗ്യവും ബലവും ക്രിസ്തുവിന്റെ നാളോളം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ക്രിസ്തുവിൽ ദൈവത്തിന് പകരം ആശംസിക്കുന്നു. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ദൈവം അനുഗ്രഹിക്കും മക്കളെ. നിങ്ങളുടെ ജീവിതം ഏറ്റവും ബ്ലസ്ഡ് ആയിട്ട് മാറും. ദൈവം അനുഗ്രഹിക്കും. ഈ കുടുംബം ഏറ്റവും ധന്യമായി മാറും. മോനെ, ദൈവത്തെ നിലനിർത്തി ജീവിക്കുക. കർത്താവിന് വേണ്ടി നിൽക്കുക. ഈ കൂടാരത്തെ എന്നും പ്രാർത്ഥനയുള്ള ദൈവാശ്രയമുള്ള ദൈവത്തിന്റെ അനുഗ്രഹമുള്ള വീടാകും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. സഭയൊരു നല്ല ക്ലാപ്പ് അവർക്ക് വേണ്ടി കൊടുത്താട്ടെ. ഇത്രയും മനോഹരമായ ഒരു വീട് ഇവിടെ നിർമ്മിച്ച് പാർക്കുവാൻ ദൈവം അവർക്ക് കൊടുത്ത അവസരത്തിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ നാളോളം ഇവരെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളിത് സമർപ്പിച്ച് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു.